RSS ശാഖയിൽ പീഡനം നേരിട്ടെന്നാരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. ദൃശ്യങ്ങളിലേക്ക്. ആരോപണ വിധേയനായ നിതീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. നിതീഷ് മുരളീധരൻ ഒളിവിൽ പോയെന്നാണ് നിലവിലെ സംശയം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ടോബി, വലിയ പ്രതിഷേധമാണ് അനന്തുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൽ നിലവിൽ ആരോപണ വിധേയൻ ഒളിവിലാണ്. നിതീഷ് മുരളീധരൻ എന്നയാൾ ഒളിവിലാണെന്ന് സംശയിക്കുന്നു. ഇതിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നീങ്ങുന്നത്? പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നതിന് മുമ്പ് തന്നെ, ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ പോലീസ് ചെയ്തത് ഈ മാതാപിതാക്കളുടെ, അനന്തുവിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ബന്ധുക്കളുടെയും അതുപോലെ തന്നെ മാതാവിന്റെയും സഹോദരിയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിനെ കുഴയ്ക്കുന്ന, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ ആശങ്കപ്പെടുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ആ വീഡിയോ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. അതിൽ ഒരുപാട് വർഷത്തെ മുൻപത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. നിയമോപദേശം തേടി അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൊൻകുന്നം സ്റ്റേഷനിലേക്ക് കേസ് മാറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോ ഇനി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു ആലോചന, ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റും പരിശോധിച്ച് അതിനകത്ത് നിന്ന് വ്യക്തത വരുത്തിയ ശേഷം അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ആരോപണ വിധേയനായിട്ടുള്ള നിതീഷ് മുരളി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇല്ല, നാട്ടിലില്ല എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അവിടെ ബന്ധുക്കളോട്, അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ പ്രതിഷേധവുമായിട്ട് ഇന്ന് രംഗത്തിറങ്ങുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു. ശരി, ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.